ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, 1-ാം തീയതിയായി ഫെബ്രുവരി. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂഷ്വൽ മാസം ഈ എന്താ പറയുക മന്ത്ലി റീഡിങ് നമുക്ക് എടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഗൈഡൻസ് മെസ്സേജ് ഇന്ന് ഈ മാസം നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന രീതിയിൽ നോക്കാം. എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഗൈഡൻസ് ആയിട്ട്, അതായത് യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പോലെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ ഈ മാസം ഇങ്ങനെ ആയിരിക്കാം എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഈ ടാരോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സാധ്യതകളെ കുറിച്ചാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ മാത്രമല്ല കേട്ടോ, ടാരോയിൽ മാത്രമല്ല, നമ്മുടെ ജ്യോതിഷ പ്രകാരം ഒക്കെ ആവുമ്പോഴും നമ്മളെ മുമ്പിൽ പിക്ചർ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇന്ന കാര്യം സംഭവിക്കും എന്ന രീതിയിലൊക്കെയാണ് പറയുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതക പ്രകാരമായാലും സ്വഭാവം പ്രകാരമായാലും ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുക എന്ന് പറയും. ഓക്കെ, ബട്ട് ഇപ്പോൾ ടാരോയിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എല്ലാത്തിലും നിങ്ങളിത് നേരത്തെ നിങ്ങൾ ഫ്യൂച്ചർ അറിയുന്ന എന്തിനാണ്? ഓക്കെ, നിങ്ങൾക്കിത് മാറ്റാനുള്ളൊരു അവസരം കൂടിയാണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മോശമുള്ളത് കണ്ടാൽ ഓക്കെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനു വേണ്ടി തയ്യാറെടുക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആവാനുള്ള സമയമുണ്ട്. അതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഫ്യൂച്ചർ എപ്പോഴും നമുക്ക് കല്ലിൽ കുത്തിവെച്ച പോലെയല്ല. ഓക്കെ, ഒരിക്കലും അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സ് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വയ്ക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അതായത് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയും അല്ലേ. ബട്ട് ആ പോകുന്നതിൽ നിന്ന് അപ്പം നിങ്ങൾക്ക് ഈ എത്താൻ പോകുന്നത് എന്തെങ്കിലും തെറ്റായ ഒരു സ്ഥലമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എന്തെങ്കിലും നഷ്ടം വരും എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇങ്ങനെ പോവാതെ ഇങ്ങനെ പോകണം, ലേശം ഒന്ന് മാറണം അല്ലേ. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വാർണിംഗ് കൂടിയാണ് തരുന്നത്. ഈ റീഡിങ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അതുകൂടിയാണ്. സോ അങ്ങനെ ആ രീതിക്ക് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു മാസം ഫെബ്രുവരി ഇങ്ങനെ ആവും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ അച്ചട്ടായിട്ട് ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി. അപ്പം ഇനി നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ, ഒരു ചെറിയൊരു മാറ്റം, ഒരു കുഞ്ഞ് തോട്ടിൻ്റെ ഒരു മാറ്റം, ഒരു കുഞ്ഞ് ആക്ഷൻ, അത് മതി നിങ്ങൾക്കെല്ലാം മാറ്റിമറിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത് നമുക്ക് നിങ്ങളുടെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ എടുക്കാം, ഒരു അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത. ഓക്കെ, ഇതിൽ ചിലത് നിങ്ങൾക്ക് നല്ലതല്ല, മാറ്റിയെടുക്കാനുള്ള സമയമുണ്ട്, അവസരമുണ്ട്, ചെയ്തോളൂ എന്നുകൂടിയാണ്. ഓക്കെ, സോ എല്ലാം കുറേയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആദ്യമേ തീരുമാനിച്ച് വെക്കുന്നതാണ് എല്ലാം, ശരിയാണ്. പക്ഷെ നമ്മൾ പറയില്ലേ, ചില സ്ഥലത്ത് ദൈവം അവിടെ ഗ്യാപ്പ് വെക്കും. ഓക്കെ, ബ്ലാങ്ക് ആയിട്ട് വിടും. അവിടെ പറയും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നുകൂടി എഴുതി ചേർക്കാനുള്ള ഒരു സ്ഥലം അവിടെ ബാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം തരും, ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മാറ്റി ചെയ്യാൻ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് തരും യൂണിവേഴ്സ്. ആ അവസരത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു, നിങ്ങൾക്ക് 2 വഴികൾ എപ്പോഴും മുമ്പിലുണ്ടാവും അല്ലേ. ഞാൻ ഇന്ന വഴിക്ക് പോകണോ മറ്റേ വഴിക്ക് പോകണം, അത് നിങ്ങൾ ആ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നിങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറും. അങ്ങനെയല്ലേ. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനെ ആ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഗൈഡൻസ് മെസ്സേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എനിക്ക് എന്തോന്നും ഇങ്ങനെ നിങ്ങളോടത് ഷെയർ ചെയ്യാൻ, ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ, എന്നാലും എന്നൊന്നുകൂടി പറയണം. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആഗ്രഹം പോലെ, നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ കൂടി സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം റീഡിങ്. എന്തായാലും ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എന്താണ്? ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, 7 of Pentacles, Wheel of Fortune, 5 of Wands, Chariot. ആദ്യം തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലത് നിങ്ങളെ കട്ട് ചെയ്ത് കളയാനുണ്ട് എന്നുള്ളതാണ്. കേട്ടാൽ ആർക്കും ഇഷ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ആരും ചെയ്യാൻ തയ്യാറാവില്ല. അവിടെയാണ് പ്രശ്നം മുഴുവൻ. ഈ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ തയ്യാറാവില്ല, അവിടെയാണ് പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, ഒരു അനാവശ്യമായിട്ട് വളരുന്ന ഒരു ചെടി എന്ന് കണക്കാക്കിക്കോളൂ. ഓക്കെ, ആ ചെടിയിലെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല. അവിടെ നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് കാട് പിടിച്ച് കിടക്കുകയാണെന്ന് മാത്രം. അത് നിങ്ങൾക്കൊരു ഗുണവും തരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധനം, എന്തെങ്കിലും ഒരു കാര്യം, എന്തോ ഒരു കാര്യം കിടക്കുന്നുണ്ട്. ആ കാര്യം കൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ എന്താ പറയുക, ജീവിതത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളും ആവാം, എന്തെങ്കിലും സാഹചര്യങ്ങളും ആവാം, നിങ്ങളുടെ ചിന്തകളാവാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ആവാം. ആ ചിന്തകളെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യമില്ല. ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യമില്ല. ചിലത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ല. അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രോബ്ലംസും മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ആ സിറ്റുവേഷൻ, ഓക്കെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോട് തീരുമാനമെടുക്കാനാണ് പറയുന്നത്. കർമ്മ ആണ്, ശരിയാണ്, കർമ്മ തന്നെയാണ്. ബട്ട് എന്ന് വെച്ച് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് മാറ്റാനുള്ള സമയമാണ് യൂണിവേഴ്സ് തരുന്നത്. അത് എടുത്തു കളയാനുള്ള ഒരു സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ കർമ്മ തീരാനുള്ള സമയമായി ശരിക്കും.
ഓക്കെ. ആ കർമ്മ തീരണമെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഈ ആക്ഷൻ വേണം. ഓക്കെ. അതായത് ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് തയ്യാറാവണം. എന്ന് നിങ്ങളത് പറയുന്നു, നിങ്ങളുടെ ജീവിതം അന്നേ മാറുള്ളൂ, അന്നേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ചില ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മെന്റലി ഇമോഷണലി എല്ലാം. ഓക്കെ, സോറി, രണ്ടും ഒന്നല്ലേ, മെന്റലി ഇമോഷണലി ആൻഡ് ലൈക്ക് നമ്മൾ പൈസയായിട്ട്, പണമായിട്ട്, ഫിസിക്കലായിട്ട് എന്തും പറയാം, നമ്മൾ എഫേർട്ട് ഇടുന്ന ഒരു സ്ഥലമുണ്ട്. ആ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണ് അവിടെ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു വളർച്ച കിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിനെ മാറ്റിയെടുക്കാനുള്ള സമയമായി. ആ സമയം മാറി വരാനുള്ള ഒരു നിങ്ങൾ എഫേർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ 5 of Wands ആണ്, കോൺഫ്ലിക്ട്സിന്റെ കാര്യമാണ്, കോമ്പറ്റീഷന്റെ കാര്യം എന്ന് പറയാം. ഓക്കെ. നിങ്ങൾക്ക് എപ്പോൾ എന്താ പറയുക, ആ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സമാധാനം ഇല്ലായ്മ, അങ്ങനെ പറയാം. ഓക്കെ. മനസ്സമാധാനം കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായി, നിങ്ങൾ സ്ട്രോങ് ആവാനുള്ള സമയമായി, നിങ്ങളുടെ ഒരു പവറിലേക്ക് വരാനുള്ള സമയമായി. ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാക്കാതെ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആവുന്നില്ല. ചില സിറ്റുവേഷൻസ് ആയിരിക്കും, ചില സാഹചര്യങ്ങളായിരിക്കാം, ജോലിയായിരിക്കാം, അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, വളർച്ചയില്ല. ആ ജോലിയിൽ നിങ്ങൾക്ക് വളർച്ചയില്ല. ഓക്കെ. നിങ്ങൾക്ക് അവിടെ ഇനി ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. പക്ഷെ എന്താ, നിങ്ങൾ അവിടുന്ന് വിട്ടുമാറാൻ നിങ്ങൾക്കൊരു പേടി എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതായത് ഞാൻ വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയും പലരും അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പലരും ഉണ്ടാവും. എനിക്ക് കിട്ടുമോ കിട്ടില്ല, എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ പേടികളാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമായി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എടുത്തു മാറ്റാനുള്ള സമയമായി, കട്ടൗട്ട് ചെയ്യാനുള്ള സമയമായി. ഓക്കെ. സിറ്റുവേഷൻ ആയാലും സാഹചര്യമായാലും വ്യക്തികളായാലും എന്തായാലും നിങ്ങൾ എടുത്തു മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഈ ഒരു ആക്ഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തുള്ളൂ. ഇത് നിങ്ങളുടെ ഗ്രോത്ത് ആണ്, വളർച്ചയാണ്. ഓക്കെ. നിങ്ങൾക്കൊരു മുന്നോട്ടൊരു ജീവിതത്തിലെ ഗ്രോത്ത് എന്ന രീതിക്ക് എടുത്തോളൂ, ജീവിതം മുന്നോട്ട് പോകണു എന്ന രീതിയിൽ എടുത്തോളൂ. സോറി. ഓക്കെ. കുറച്ച് കാർഡ്സ് കൂടി. ഹെറോഫന്റ്, 3 of Wands, Strength, Queen of Cups, സ്റ്റാർ കാർഡാണ്, കാണുന്നില്ലല്ലോ വ്യക്തമായിട്ട്. ഓക്കെ. തൽക്കാലം ഞാനിങ്ങനെ വെക്കുന്നു കേട്ടോ, ക്ഷമിക്കണേ. എനിക്ക് കാർഡിൽ ഒരു കുറച്ച് ന്യൂഡിറ്റി ഉണ്ട്, അത് യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ. സോ അതുകൊണ്ടാണ്. ഓക്കെ. സോ ഇവിടെ സ്റ്റാർ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഓക്കെ 4 of Wands ഉണ്ടായിരുന്നു ആൻഡ് കിങ് ഓഫ് പെന്റക്കിൾസ്. വാവ്, ഗുഡ്. ഓക്കെ. അഗെയിൻ ഇവിടെ കാണുന്നത് ചിലവർക്ക് മാരേജിലെ പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കാം. ഓക്കെ. ചിലവർക്ക് ലൈഫിൽ പ്രോബ്ലംസ്, ജനറലി ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇവിടെ നിങ്ങളോട് പറയുന്നത് അഡ്വൈസ് എടുക്കാം ആരോടെങ്കിലും. ഓക്കെ. ആക്ച്വലി നിങ്ങൾ അഡ്വൈസ് എടുക്കും, നമ്മളിപ്പോൾ ഫ്യൂച്ചർ പ്രിഡിക്ഷൻ പോലെയല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് എടുക്കും ആരുടെടുത്തെങ്കിലും. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ ചേരുമായിരിക്കും, എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ സാധ്യതയുണ്ട്. ലൈക്ക് കൂടുതൽ നമുക്ക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലതാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ആ നോളജ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീൽ ചെയ്യാൻ സാധിക്കും എന്ന രീതിക്ക് പറയാം. അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ അഡ്വൈസ് എടുക്കും, അറിവുള്ള ഏതെങ്കിലും വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഞാനിവിടെ ഇന്ന സിറ്റുവേഷനിൽ ഞാൻ പെട്ട് നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കാം. ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാം. ഓക്കെ. ഇത് അപ്രൂവൽ കിട്ടുന്നതായിട്ട് പറയാം, നമ്മൾ ഹെൽപ്പ് കിട്ടുന്നതായിട്ട് പറയാം. ഒരു ഗൈഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ, കൗൺസിലർ ആവാം, ഏതെങ്കിലും ലൈക്ക് അത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, വ്യക്തികൾ, നിങ്ങളുടെ വീട്ടിൽ ഫാമിലിയിൽ അറിവുള്ള ആരെങ്കിലും ആൾക്കാർ, അങ്ങനെ ആയിരിക്കാം. വയസ്സായവരായിരിക്കാം, പ്രായമായവരായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ വല്ല കൗൺസിലിങ്ങിന്, പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങിന് പോവാം, അങ്ങനത്തെ രീതിയിലായിരിക്കാം. ഓക്കെ. എന്തായാലും അതിനുള്ള പ്ലാനിങ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലാനിങ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ. മേ ബി ഈ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. ഓക്കെ. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ തന്നെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. എനിക്ക് സ്ട്രെങ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് ബിൽഡ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ തന്നെ കഴിവുകളെ നമ്മൾ മെച്ചപ്പെടുത്തുക. കഴിവുകൾ മേ ബി പഠിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പഠിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നിങ്ങളെ വളരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശരിക്കും ചെറിയ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ. ആ രീതിയിലൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മന്ത് ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് റെഡി ടു കം ഔട്ട് ഓഫ് ദിസ്. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്തത് അതിൽ നിന്ന് പുറത്തു വരാൻ ഐ തിങ്ക് ഉള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിന് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി കുറച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിന് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും എന്നും പറയാം.
ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്ഫോർമേഷൻ, മാറ്റം. യെസ്, മാറ്റം. നിങ്ങൾ ആദ്യം ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾ ഐ തിങ്ക് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കെയറിങ് വ്യക്തി, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന വ്യക്തിയായിരുന്നുണ്ടാവും ഇത്രയും കാലം. ഓക്കെ, അതിൽ നിന്നാണ് എനിക്ക് മാറ്റം വരുന്നത്, അതിൽ നിന്നാണ് മാറ്റം കാണുന്നത്. മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്നും പറയാട്ടോ. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്തു. മേ ബി നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ഓക്കെ, ലേഡി ആയിരിക്കാം, മേ ബി നോട്ട് കമ്പൽസറി അല്ല കേട്ടോ, ലേഡി ആവാം, ജെൻസും ആവാം. പക്ഷെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അവരായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ മുമ്പ് വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ മാറിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് മാറുന്നു എന്ന രീതിക്ക് കൂടി എനിക്ക് തോന്നി. കാരണം ചാരിയറ്റ് നമുക്ക് അങ്ങനെ എടുക്കാം. സ്റ്റാർ കാർഡ് ഉണ്ട് ഇവിടെ. സ്റ്റാർ കാർഡ് പറയുമ്പോൾ എന്താ, പ്രതീക്ഷയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഹോപ്പ് തരുവാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടന്നിട്ടില്ല, നിങ്ങൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ല, വിചാരിച്ച പോലെ നിങ്ങൾക്ക് അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, എല്ലാം ശരിയാണ്, കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതിലൊക്കെ ഒരു മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മാറ്റാൻ സാധിക്കും, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ ആ രീതിയിൽ ഞാൻ പറയുള്ളൂ, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി അവനവനെ നിങ്ങൾ സ്ട്രോങ് ആക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കുക, എന്താ വെച്ച് ചെയ്യുക, അല്ല എക്സസൈസോ പഠിക്കലോ സോറി എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്ത് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, പ്ലാനിങ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ സിറ്റുവേഷൻ എങ്ങനെ പുറത്തു വരണം എന്ന് പ്ലാനിങ് ചെയ്ത് വെക്കുക, റെഡി ആവാൻ തുടങ്ങുക. നിങ്ങൾ ആ റെഡി ആയിട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയാണ് യൂണിവേഴ്സ് തരുന്നത്. ഈ സിറ്റുവേഷൻ എൻഡ് ആയി കഴിഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ സമയം മാറി വരുന്നു എന്നാണ് നമ്മൾ പറയാം. ആ സമയങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ്. അതായത് ഇതിവിടെ 4 ഓഫ് വാൻഡ്സ് ആണ്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് സെറമണി വരെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പേഴ്സന്റെ കമ്മിറ്റ്മെന്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ജോലി, വേറെ പുതിയ ജോലി കിട്ടാനും ഒരു പുതിയൊരു ഓഫർ വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ജോലിയുടെ ഓഫർ വരുന്നു എന്ന രീതിയിൽ പറയാം. വേറെ ജോലി, കരിയറിന് നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി കാണും, ഒരു അവസരം നിങ്ങൾക്ക് വരും. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് ഗ്രോത്തും കാണും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിനെ സ്റ്റേബിൾ ആക്കും എന്ന് പറയാം. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഫാമിലി സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്റ്റേബിൾ ആയിട്ട് പോകും. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് പണം വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു, മാസം സാലറി വരുന്നു, അല്ലെങ്കിൽ ഒരു ഏർണിംഗ് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് തന്നെ നമ്മളൊന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലേ? അത് തന്നെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഫാമിലിയെ സന്തോഷമാക്കി വെക്കാൻ പറ്റും. ഓക്കെ, ആ രീതിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്ന രീതിയിൽ പറയാം. കുറച്ച് പേർക്ക് വീട് കെട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, ജോലി പുതിയതായിട്ട് മാറാൻ, ഓക്കെ, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ മേ ബി നിങ്ങൾക്ക് ഇതുവരെ ഗ്രോത്ത് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അവിടെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്, അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയാൻ തുടങ്ങും, ഇല്ല ഞാൻ ചെയ്ത എഫേർട്ടിന് എനിക്ക് റിസൾട്ട് വേണം എന്ന്. മേ ബി അത് ബെറ്റർ ആക്കാനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അവിടെ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനിയിൽ തന്നെ മേ ബി ബെറ്റർ ആവാനെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും കുറച്ചുകൂടി. ഓക്കെ, മേ ബി അപ് ടു ഡേറ്റ് ആവുക, ഇപ്പോഴത്തെ കാര്യങ്ങളായിട്ടൊന്ന് പഠിച്ചു പോവുക, അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതും ആവാം ഇവിടെ അഡ്വൈസ്. ഓക്കെ, 2-3 കുറേ പേര് കാണുന്നതല്ലേ, ഇപ്പോൾ പലർക്കും പലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ പല കാര്യങ്ങളും പറയുന്നത്. കുറച്ച് പേർക്ക് ഈവൻ മാരേജിൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്സ് ബെറ്റർ ആവുന്നതായിട്ട് നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരും. കുറച്ച് പേർക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരുന്ന കാണുന്നുണ്ട്. അഗെയിൻ ലേഡീസ് ജെൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കാം. പക്ഷേ കുറച്ച് പേർക്ക് ജോലി, കരിയർ, ഒരു പുതിയൊരു ഓഫർ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ജോലി മാറുന്നതായിരിക്കാം. ഓക്കെ, ജോലി മാറാം. പക്ഷേ ഇത് മാറ്റത്തിൻ്റെ പറയും നമ്മൾ ചാരിയറ്റ്. ഓക്കെ, സോ മൂവ്മെന്റ്, യാത്ര എന്ന രീതിക്കൊക്കെ പറയാം. ജോലി മാറ്റം എന്ന് പറയാം, യാത്ര എന്ന് പറയാം, രണ്ടും പറയാം. ഓക്കെ, ജോലിക്ക് വേണ്ടി യാത്രകൾ ചെയ്യും എന്നും പറയാം. ഓക്കെ, മേ ബി പഠിക്കാൻ വേണ്ടി യാത്ര ആയിരിക്കാം, അതും ഉണ്ട് ഇവിടെ, അതും കാണുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം മാറി നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, അതിലും നിങ്ങൾക്കൊരു കുറച്ച് പേർക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്. നഴ്സിംഗോ, ഐ ഡോണ്ട് നോ, ആർക്ക് റെസനേറ്റ് ആവാന്നറിയില്ല. നഴ്സിംഗ് പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് നോ, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നു. ആർക്കെങ്കിലും കേൾക്കാനുള്ളൊരു ആഗ്രഹം ഇതുണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അതിനുവേണ്ടി അബ്രോഡ് പഠിക്കാൻ പോവുക, ജോലിക്ക് പോവുക. ഓക്കെ, എന്തോ ഇങ്ങനെ അമ്മ എന്നാണ് പറയുക നമ്മൾ, അമ്മ, കെയറിങ്, നഴ്സിംഗ് എന്ന രീതിക്ക് തോന്നി എനിക്ക്. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു മെസ്സേജ് എത്തേണ്ടതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്ന രീതിക്കാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചത് ഫെബ്രുവരിയിൽ. ഓക്കെ, ബട്ട് ആ മാറ്റത്തിന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്നാണ്. ഞാനത് കുറേ ആയിട്ട് എടുക്കാത്തൊരു ഡെക്കായിരുന്നു, ഇന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല രസമാണ് കാണാൻ. ഇതിൽ കുറേ ഡോറിൻ്റെ പിക്ചേഴ്സാണ്. ഓക്കെ, ഒരു
ലൈക്ക് കാണുന്നുണ്ടാവില്ലേ, ചിലപ്പോൾ ക്ലിയർ അല്ല, ഇവിടെ ലൈറ്റ് ഒന്നും ശരിയല്ല, മഴ പെയ്തുകൊണ്ടിരിക്കാം, ഇരുട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ്, ഡോറിൻ്റെ പിക്ചേഴ്സാണിത്. ഞാൻ പിക്ക് കാർഡിനൊക്കെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ആയി ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. ഇതിലെ മെസ്സേജസ് നിങ്ങൾക്ക് എന്താ നോക്കാം, ഓരോ ഡോറിൻ്റെ പിന്നിലും എന്താണ് മെസ്സേജ് നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് ഓരോ ഡോറിൻ്റെ പിറകിലും എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം, ക്യാമറയുടെ ഒരു ഇത് വരാൻ വേണ്ടി, ഫോക്കസ് വരാൻ വേണ്ടി. ബ്യൂട്ടിഫുൾ, നൈസ്. ലാസ്റ്റ് വൺ. ഓക്കെ, ഇതാണ് അടഞ്ഞ ഡോറാണ് അല്ലേ, 2-3 ഡോർസ് അടഞ്ഞ ഡോറാണ്, 2 തുറന്നിട്ടുമുണ്ട്. ഓക്കെ, ഒരു 3 ഡോർ ഇവിടെ അടഞ്ഞു കിടക്കുന്നുണ്ട്, 2 ഡോർ തുറന്നിട്ടുമുണ്ട്. വെരി നൈസ്. ഓക്കെ, ആദ്യത്തെ ഡോറിൻ്റെ പുറകിൽ എന്താ നമുക്ക് മെസ്സേജ് നോക്കാം. Palmistry, fortune and tarot, collective destiny. The palm lines from birth tell your sacred palmistry. Listen to the notes of intuition. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടാവാം ഈ റീഡിങ് നിങ്ങൾ കാണുന്ന ആൾക്കാരിൽ കുറച്ച് പേരെങ്കിലും ടാരോ പഠിക്കാൻ ഇഷ്ടം, പാമിസ്ട്രി പഠിക്കാൻ ഇഷ്ടം, അതായത് നമ്മുടെ കൈനോട്ടം പഠിക്കാൻ ഇഷ്ടം, ജാതകം ലൈക്ക് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് താല്പര്യം വന്നിട്ടുണ്ടാവാം അപ്പം അതിനെക്കുറിച്ച്. ഓക്കെ, സോ ഐ തിങ്ക് അത് നിങ്ങളുടെ ഒരു ടാലൻ്റ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയോ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ ആ ലൈനിലേക്ക് എത്തിക്കുന്നുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കുറേയൊക്കെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും ഫ്യൂച്ചർ ഓൾറെഡി. മേ ബി നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങൾക്കത് പഠിക്കാനുള്ളൊരു യോഗം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും ആയിരിക്കില്ല കേട്ടോ ഇത്, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, സോ സെക്കൻഡ് വൺ, ഡിസ്റ്റന്റ് ഡ്രീം. ദ ഡിസ്റ്റൻസ് കോൾസ് യുവർ ഹാർട്ട് to roam free as you dare dream it. So must it be. Okay, pass this card on. Okay, leave it. നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹം, ചിലപ്പോൾ യാത്രകൾ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം, യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, യാത്രകൾ ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങളോട് പറയുന്നത്, ആക്ച്വലി നമ്മൾ നേരത്തെ ചാരിറ്റിൻ്റെ പറഞ്ഞു, എന്തെങ്കിലും യാത്ര പോകാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന രീതിക്ക് എടുക്കാം. ഡിസ്റ്റന്റ് ഡ്രീം, അതായത് ഒന്നുമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോവാം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് യാത്രകൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡ്രീം നിങ്ങളുടെ സക്സസ് ആവും, ആ ഡ്രീം നിങ്ങളുടെ ഫുൾഫിൽ ആവും, നടക്കും. ഡ്രോ ഡൗൺ ദ മൂൺ. ഓക്കെ, ദ ഫോറസ്റ്റ് നിംസ് ഡാൻസ് ഇൻ ഷിയർ ഡിലൈറ്റ്, സിംഗിങ് സോഫ്റ്റ് സോങ്സ്, ഫൈൻഡ് us in the wild. ഗുഡ് നൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മൂണുമായിട്ട് നല്ല കണക്ഷൻ ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, ആക്ച്വലി മൂണ് എനർജി നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടമായിരിക്കാം. ഓക്കെ, ഫുൾ മൂണൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ആ മൂണിൻ്റെ എനർജി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഓക്കെ, ആ മൂണിൻ്റെ ആക്ച്വലി ഇവിടെ പറയുന്നത് ഫൈൻഡ് us in the wild, അതായത് മൂൺ രാത്രി നേരത്ത്, ഓക്കെ മൂണിന് വേണ്ട, രാത്രി നേരത്ത് ഐ തിങ്ക് നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലുമൊക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി സ്പിരിച്വൽ കാര്യമാണ്. അതായത് ഫെയറീസിനെ കാണുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സയൻസ് രാത്രിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫെയറീസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ മൂണുമായിട്ട് കണക്റ്റഡ് ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഓക്കെ, ഇത് നമ്മുടെ അഗെയിൻ ഓപ്പൺ ഡോറാണ്, ഇതും ഓപ്പൺ ഡോറായിരുന്നു, ഇവിടെ ഒരു മൂണും ഉണ്ട്, ശരിയാണ്. ഓക്കെ, ഇതും ഓപ്പൺ ഡോറാണ്, ഇവിടെ ഗ്രീനറി കാണുന്നുണ്ട്, ഫോറസ്റ്റ് മേ ബി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാനുള്ള ചാൻസ് ആയിരിക്കാം. ഓക്കെ, 3 of cups, യെസ്, എ ടോസ്റ്റ് ടു ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ സൺ, 3 cups in happiness, 3 cheers are done, celebration is near. നിങ്ങൾക്ക് എന്തോ സന്തോഷം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്ക് യാത്രകളായിരിക്കാം, കുറച്ച് പേർക്ക് ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് കിട്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എന്തോ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ രീതിക്കുള്ളൊരു ഇതാണ് കാണുന്നത്. Destiny, one door closes, another opens for you, let the plans of destiny unravel true. ഇതും സെയിം തിങ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 കാർഡ് ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു അല്ലേ, ഇവിടെ 2 ഡോർ ക്ലോസ്ഡ് ആയിരുന്നു, ഞാൻ പറഞ്ഞു 2 ഡോർ ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾക്ക് സെലിബ്രേഷൻസ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, യാത്രകൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സയൻസ് കാണുമെന്ന് പറയുന്നുണ്ട് അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ. ചില ഡോർസ് നമുക്ക് അടഞ്ഞു പോകും, ശരിയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടതുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കുകയും ചെയ്യും, പുതിയത് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലത് അടഞ്ഞു പോയ ഡോർസിനെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ,
തുറന്ന ഡോറിലേക്ക് നിങ്ങൾ നോക്കുക, യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഓവറോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ദ പ്ലാൻസ് ഓഫ് ഡെസ്റ്റിനി അൺട്രാവൽ എന്നാണ്. തനിയെ എല്ലാം മുന്നിൽ നടക്കട്ടെ. ഓക്കെ, നടക്കുന്ന പോലെ എല്ലാം നടക്കട്ടെ. നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി നല്ലത് എടുത്തു വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചിലതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല, ചിലത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു എന്ന് വരില്ല, പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് എടുത്ത് വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തോ എനിക്കൊരു കാർഡ് കൂടി എടുക്കാൻ തോന്നുന്നു, ചുമ്മാ നോക്കട്ടെ. Okay. Divine Guardian, do not be nervous today or tonight. The path you are on will lead you just right. നിങ്ങൾ ഏത് വഴിയിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് റൈറ്റ് വഴിയാണ്. നിങ്ങൾ സംശയിക്കേണ്ട, ഡൗട്ട് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഓക്കെ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഞാൻ തെറ്റായ വഴി പോകണു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലേ. എന്നിട്ട് ഓക്കെ, ഞാൻ എന്ത് ചെയ്താൽ തെറ്റായി പോവോ, ഇങ്ങനെ ചെയ്താൽ അതോ ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്ന് നമ്മൾ ചിന്തിച്ച് കൂട്ടും. പക്ഷെ നിങ്ങളുടെ മനസ്സ് ജസ്റ്റ് നിങ്ങൾ ശാന്തമാവാം, ആദ്യം ശാന്തമായിട്ടിരിക്കാം. എന്നിട്ട് ജസ്റ്റ് മനസ്സിൽ നമ്മൾ പറയില്ലേ, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറന്ന് ആദ്യം നമ്മുടെ കണ്ണ് ഏതിലേക്ക് പോകണോ അതിനെ ചൂസ് ചെയ്യണം എന്ന് പറയും. അതുപോലെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ കണ്ണടച്ച് 2 മിനിറ്റ് ശാന്തമായിരുന്നു, 2 ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. അത് നിങ്ങളുടെ റൈറ്റ് പാത്ത് ആയിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, ടെൻഷൻ വേണ്ട. ഡിവൈൻ ഗാർഡിയൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് കൂടെ. നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരാച്ചാലും എല്ലാം നിങ്ങളെ, എല്ലാ ഏഞ്ചൽസ് ഗാർഡിയൻസ് എല്ലാം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ വേണ്ട, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. വാട്ട് എവർ യു ഡു ഓക്കെ, അത് റൈറ്റ് വഴിയാണ്. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് വഴിയാണ് എന്നാണ് പറയുന്നത്, റൈറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, സോ ട്രസ്റ്റ് വയ്ക്കുക യൂണിവേഴ്സിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി ഫെബ്രുവരി നല്ല ഹാപ്പി മന്ത് അല്ലേ, നമുക്ക് റൊമാൻറ്റിക് മന്ത് അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.